ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ജാപ്പനീസ് ചില്ലി കോഫിയാണ്. അതിനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജെലാറ്റിൻ പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം ആദ്യം എടുത്തിട്ടുള്ളത്. ജെലാറ്റിൻ നല്ല രീതിയിൽ അലിഞ്ഞ് കട്ടക്കട്ടയെല്ലാം പോയതിന് ശേഷം എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷമാണ് ഞാൻ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. കോഫി പൗഡർ ഞാൻ 2 രൂപയുടെ 3 ബ്രൂ കോഫിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഫി ആയതുകൊണ്ട് മധുരം ഇത്തിരി കൂടുതൽ വേണമല്ലോ, അതുകൊണ്ടാണ് പഞ്ചസാര ഇത്തിരി അധികം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ, പഞ്ചസാരയും കൂടി അലിഞ്ഞ് കിട്ടുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അത് തിളച്ചതിന് ശേഷം ഞാൻ ഓരോ ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 പേരുള്ളതുകൊണ്ട് ഞാൻ 5 ഗ്ലാസ്സിലായിട്ട് അത് ഒഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 200 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതിലേക്ക് കട്ടക്കട്ട കാണുമല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫ്രഷ് ക്രീം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 100 ml മിൽക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തേ. പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഈ മിക്സ് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കോഫി മിക്സിന്റെ മുകളിൽ ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 20 മിനിറ്റോളം അത് ഫ്രിഡ്ജിൽ ഇരുന്നപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിന്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷമുള്ള ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഞാൻ സ്പൂണിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജെല്ലിയൊക്കെ മുകളിലോട്ട് പൊങ്ങിയൊക്കെ വന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാ കോഫി കുടിക്കുന്ന പോലെയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. കോഫി ലവേഴ്സിനൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണേ.